ത്രിയേക ദൈവത്തിന് സ്തുതി. വന്ധ്യരായ വൈദികർ, മറ്റ് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവേശുവിന്റെ സ്നേഹവന്ദനം. സ്നേഹോഷ്മളമായ ഈ യാത്രയയപ്പ് സമ്മേളനത്തിൽ സമ്മിശ്ര വികാരങ്ങളോടുകൂടിയാണ് യുവജന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ പ്രിയ പുരോഹിതന്മാർക്ക് യാത്രാമംഗളങ്ങൾ നേരുവാൻ ഞാനിവിടെ നിൽക്കുന്നത്. സഭാപ്രസംഗി 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, ആകാശത്തിന് കീഴിലെ സകല കാര്യങ്ങൾക്കും അതിൻ്റെ കാലമുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട്, അതായത് മെയിൻ വികാരി, സഹവികാരി എന്നീ 2 പദവികളിലായി നമ്മുടെ പ്രിയ പുരോഹിതന്മാർ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഇന്ന് തങ്ങളുടെ പൗരോഹിത്യ യാത്രയുടെ ഒരു പുതിയ വഴിത്തിരിവിനായി അവർ തയ്യാറെടുക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു യാത്രയയപ്പ് സമ്മേളനം എന്നതിലുപരി നമ്മുടെ ഇടവകയ്ക്കായി അവർ ചെയ്ത എല്ലാ ആത്മീയ സേവനങ്ങൾക്കുമായുള്ള ഒരു നന്ദി പ്രകാശനം കൂടിയായി ഞാൻ ഈ അവസരത്തെ കാണുന്നു. മാർക്ക് ട്വെയിൻ എന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഒരു ചെറിയ പ്രോത്സാഹനം മതി എനിക്ക് 2 മാസത്തോളം മുൻപോട്ട് പോകുവാൻ. ഇത്തരത്തിൽ നമ്മുടെ പ്രിയ വൈദികർ, യുവജന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് എന്നും മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കരുത്തായി തീർന്നത്. ഓരോ മത്സരങ്ങൾ കഴിഞ്ഞു വരുമ്പോഴും സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്ക് എന്നും ലൈജേഴ്സൻ അച്ഛന്റെ വകയായി ഓരോ ക്യാഷ് പ്രൈസ് കരുതിയിരിക്കും. പ്രിയപ്പെട്ട ജിബിനച്ചനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛന്റെ ഗാന ശുശ്രൂഷയും വ്യക്തിപരമായി തന്നെ സമീപിക്കുന്ന ഓരോ യുവജനങ്ങൾക്കും അച്ഛൻ നൽകി വരുന്ന കൗൺസിലിംഗും തീർച്ചയായും ഓരോ യുവജനങ്ങളെയും ആത്മീയ പാതയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഏറെ പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ പ്രയത്നവും ഉത്സാഹവും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിലെ ഇത്രയധികം യുവജനങ്ങൾ ഇന്ന് നമ്മുടെ പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നത്. നീണ്ട 10 മാസക്കാലം അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും മറ്റു നിർദ്ദേശങ്ങളും നൽകി അവരെ ആത്മീയമായി പ്രാപ്തരാക്കി നമ്മുടെ ഇടവകയ്ക്ക് മുതൽക്കൂട്ടാകുവാൻ തക്കവണ്ണം യത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട വൈദികരോട് യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ every parting is a sweet sorrow, but every meetings do end in partings. അതെ, എല്ലാ കൂടിച്ചേരലുകളും ഒരു വിടവാങ്ങലിലൂടെയാണല്ലോ അവസാനിക്കുന്നത്. നമ്മുടെ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഏടുകളിൽ മായാത്ത മഴവില്ലുകൾ വിരിച്ച് ഓരോ യുവജനങ്ങളുടെയും ഹൃദയത്തിൽ കുളിരണിഞ്ഞ് നമ്മുടെ ഇടവകയുടെ പടവുകൾ ഒരു വെയിൽമഴ പോലെ പെയ്തിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് എല്ലാവിധ ആശംസയും യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ ഞാൻ നേർന്നുകൊള്ളുന്നു. അടുത്ത ആഴ്ച മുതൽ മറ്റ് 2 ഇടവകകളിലായാണല്ലോ നമ്മുടെ പ്രിയ അച്ഛന്മാരുടെ ആത്മീയ സേവന വിശുദ്ധി ഇനി മുതൽ പകരുവാൻ പോകുന്നത്. അഭിജ്ഞാന ശാകുന്തളത്തിലെ മഹാകവി കാളിദാസന്റെ ഏതാനും ചില വരികൾ ഞാൻ ഇവിടേക്ക് കടമെടുക്കുകയാണ്. പ്രിയ വൈദികരെ, നാളെ നിങ്ങൾ മുൻപോട്ട് പോകുന്ന ഓരോ വഴികളും പൂക്കളാൽ സൗരഭ്യം നിറഞ്ഞതും ഓരോ യാത്രകളും ദൈവീക സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും തൂമഞ്ഞുകളാൽ നിറഞ്ഞതും ഭൂമി പൂമ്പൊടികൾ പോലെ നിങ്ങളുടെ പാദങ്ങൾക്ക് മൃദുവായി തീരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ ആശംസിക്കുന്നു. ഒപ്പം തന്നെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച പൗരോഹിത്യ ധർമ്മത്തിന്റെ എല്ലാ കർത്തവ്യങ്ങളും ദൈവമുമ്പാകെ പരിമള ധൂപമായി സമർപ്പിക്കുവാനുള്ള കൃപയും സർവേശ്വരൻ നിങ്ങൾക്ക് ചൊരിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമ്മുടെ ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിനായി നമ്മുടെ പ്രിയ വൈദികർ നൽകിയിട്ടുള്ള എല്ലാവിധ സംഭാവനകൾക്കും നന്ദി സൂചകമായി ഇപ്പോൾ യുവജന പ്രസ്ഥാന അംഗങ്ങൾ നൽകുന്ന സ്നേഹ ഉപഹാരം ഏറ്റുവാങ്ങുവാനായി പ്രിയ വൈദികരെ ഞാൻ സാഭിമാനം ക്ഷണിക്കുന്നു.